അടുത്ത റോ എപ്പിസോഡിൽ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോ വേഴ്സസ് ജോൺ സീന തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു. ഏറ്റവും അവസാനം ബിഗ് ഷോ തന്റെ നോക്കൌട്ട് പഞ്ച് ചെയ്തുകൊണ്ട് സീനയെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സീന ബിഗ് ഷോയെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അത് ചെയ്തു നിൽക്കുന്ന ജോൺ സീനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസിന്റെ വക അറ്റാക്ക് ആയിരുന്നു. മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഒഴിവാക്കുകയുണ്ടായി. റോമൻ റെയിൻസും ഡീൻ ആംബ്രോസും വന്നുകൊണ്ട് എല്ലാവരും കൂടി ജോൺ സീനയെ അറ്റാക്ക് ചെയ്തു. TLCക്ക് ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇവർ 3 പേരും കൂടി ടേബിൾ എടുത്തു, ലാഡർ എടുത്തു. എന്നിട്ട് സീനയെ അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഷീൽഡിന്റെ അന്തകന്മാർ വന്നു. ഹെൽനോ ടീം. ഹെൽനോയും സീനയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഷീൽഡിനെ പൊതിരെ തല്ലി ഒഴിവാക്കാൻ വേണ്ടി തന്നെ നോക്കുകയുണ്ടായി. പക്ഷെ അപ്പോൾ അനൗൺസർ ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ഡോൾഫ് സിഗ്ലർ വന്നുകൊണ്ട് ജോൺ സീനയെ അറ്റാക്ക് ചെയ്തു. ഡോൾഫ് സിഗ്ലർ മാത്രമായിരുന്നില്ല, സീനയുടെ ഈ മാച്ചിൽ എതിരാളിയായിട്ടുണ്ടായിരുന്ന ബിഗ് ഷോയും കൂടി സീനയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അന്നത്തെ അതേ ദിവസം സീനയുടെ ടാഗ് ടീമായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി രക്ഷിക്കാൻ വന്നു. യെസ്, ഷെയ്മസ് ഡോൾഫ് സിഗ്ലർ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. ജോൺ സീന ബിഗ് ഷോയെ ടേബിളിന്റെ മുകളിലേക്ക് ഒരു 1.5 സ്പിയർ ചെയ്തു. അപ്പോഴേക്കും ഷീൽഡ് റിംഗിലേക്ക് വന്നുകൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയുണ്ടായി. ഹെൽനോ ടീമിനെ പൊതിരെ തല്ലി. വീണ്ടും റൈബാക്ക് വന്നു. റൈബാക്ക് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും രക്ഷിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓടി വന്നുകൊണ്ട് ലാഡർ എടുത്ത് ഷീൽഡിന്റെ 3 പേരുടെയും മേലേക്ക് ഒരൊറ്റ ഏറ്. എന്നിട്ട് റൈബാക്കും ഹെൽനോ ടീമും കൂടി ഷീൽഡിലെ 3 പേരെയും നന്നായിട്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അതോടെ ആ ഒരു റോ എപ്പിസോഡും അവിടെ അവസാനിച്ചു.